ആഗോള സംഗമവുമായി മുന്നോട്ടാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംഘാടക സമിതിയുടെ ആലോചനാ യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ ചേരും. അതേസമയം സംഗമത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ UDF-ന്റെ അടിയന്തര യോഗം ഇന്നുണ്ട്. സംഗമത്തെ എതിർക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അയ്യപ്പ സംഗമം CPM-ന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇന്ന് അയ്യപ്പ സംഗമം സർക്കാർ ചർച്ച ചെയ്യുന്നു. മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ യോഗമുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഈ അയ്യപ്പ സംഗമത്തെ എതിർക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുമ്പോൾ UDF യോഗവും ചേരുകയാണല്ലോ. അതിൽ ലീഗും പങ്കെടുക്കുന്നു. ലീഗ് നിലപാട് വ്യക്തമാക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട UDF-ന് ഇപ്പോഴും ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അയ്യപ്പ സംഗമം നല്ലതാണ്, നടക്കട്ടെ എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് സമാന നിലപാടല്ല. കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇത് CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെന്ന വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു ശ്രമം CPM നേതൃത്വം നടത്തുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണ് UDF നേതൃത്വം തീരുമാനിച്ചത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനപ്പെട്ട UDF നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് UDF യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാത്രി 7:30-നാണ് ഓൺലൈനിൽ UDF അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാന ചർച്ച ഈ വിഷയം തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട UDF സ്വീകരിക്കേണ്ട നിലപാടെന്താണ്, ഈ പരിപാടിയുമായി സഹകരിക്കണോ എന്ന കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുക.